ഹായ് എവ്രി വൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാമിലെ കൊമേഴ്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ മുഴുവൻ ടോപ്പിക്കുമാണ്. മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട് എന്ന ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് മാനേജ്മെന്റ് എന്താണെന്നാണ്. Management is a coordinated effort to achieve organizational goal through planning, organizing, leading, and controlling human and material resources effectively. It is a process of getting work done through others in a productive and goal-oriented manner. മാനേജ്മെന്റ് എന്നത് ഒരു കോർഡിനേഷണൽ എഫേർട്ടാണ്. ഹ്യൂമൻസ് ആൻഡ് മെറ്റീരിയൽ റിസോഴ്സിനെ എഫിഷ്യൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ട് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ലീഡിംഗ്, കൺട്രോളിംഗ് എന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അഥവാ ആ ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ശ്രമമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ സിംപ്ലി മാനേജ്മെന്റ് എന്നത് നമുക്ക് വേണ്ടപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ലഭിക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളെ എല്ലാം സിസ്റ്റമാറ്റിക്കലി പ്രവർത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു പ്രോസസ്സാണ് മാനേജ്മെന്റ്. Management is a process of planning, organizing, leading, and controlling the efforts of organizational manners and of using all other organizational resources to achieve started organizational goals. സോ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്നത് ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സാണ്. കോർഡിനേഷൻ, ഡിസിഷൻ മേക്കിംഗ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്നിവ അത്യാവശ്യമാണ്. ഓരോ മാനേജറിനും ഈ ഒരു പ്രോസസ്സ് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. മാനേജ്മെന്റ് എന്നത് ഓർഗനൈസേഷന്റെ വിജയത്തിലേക്കുള്ള ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ബ്രിങ് ഓർഡർ ആൻഡ് സ്ട്രക്ചർ ടു ദ ഓർഗനൈസേഷൻ. മാനേജ്മെന്റ് സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനൊരു ക്ലിയർ സ്ട്രക്ചർ നൽകുന്നു. സോ ഓരോ വ്യക്തിയും അവരുടെ റോൾസ് നിർവഹിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, കൺഫ്യൂഷൻ, ഡിലേ എന്നിവയെല്ലാം ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ഹോസ്പിറ്റലിൽ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത പോയിന്റാണ് ഹെൽപ്സ് ഇൻ ഗോൾ അച്ചീവ്മെന്റ് ആൻഡ് എഫിഷ്യൻറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. മാനേജ്മെന്റ് റിസോഴ്സ് ഏതൊക്കെയാണ്? മെറ്റീരിയൽസ്, മെഷീൻസ്, മണി, മാൻ പവർ എന്നിവയെല്ലാം ഒപ്റ്റിമലായിട്ട് ഉപയോഗിക്കാനുള്ള വഴി പഠിപ്പിക്കുന്നു. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്, ഇറ്റ് ഗീവ്സ് ബെറ്റർ റിസൾട്ട്. സോ വേസ്റ്റ് കുറയും, ഔട്ട്പുട്ട് കൂടും. അടുത്ത പോയിന്റ് ആണ് എൻഷുർ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ ഓഫ് വേരിയസ് ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, HR, ഫിനാൻസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് എന്നിവയെല്ലാം തമ്മിൽ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഇല്ലാതെ ഓർഗനൈസേഷൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യില്ല. മാനേജ്മെന്റ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതായത് ഓരോ പ്രവർത്തനവും മറ്റേതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ടീം വർക്ക്, ഷെയർ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം പോസിബിൾ ആക്കുന്നു. അടുത്ത പോയിന്റ് ആണ് എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ്. മാനേജ്മെന്റ് പ്രൊഡക്ടിവിറ്റി ഉയർത്തുന്നു, ടൈം, മെറ്റീരിയൽസ്, എഫേർട്ട് എന്നിവ വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുന്നു. സയൻറ്റിഫിക് പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ ടേൺസ് ടു ബെറ്റർ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ടേൺസ് ടു ഹയർ പ്രോഫിറ്റ്. സോ അടുത്ത പോയിന്റ്, ഇറ്റ് പ്രൊമോട്ട് ഇന്നൊവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. മാനേജ്മെന്റ് പുതിയ ഐഡിയാസും എക്സ്പെരിമെന്റും എൻകറേജ് ചെയ്യുന്നു. ലീഡേഴ്സിനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള പവർ നൽകുന്നു. സോ ഒരു നല്ല മാനേജർ എപ്പോഴും കഴിവുകൾ കണ്ടെത്താനും മുൻകൈയെടുത്ത് ചേഞ്ചസ് വരുത്താനും അഡാപ്റ്റ് ആവാനും കഴിവുള്ളവരാണ്. സോ സിംപ്ലി മാനേജ്മെന്റ് എന്നത് ഒരു പ്ലാൻഡ് സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. റിസോഴ്സസ് നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗോൾസ് കൈവരിക്കാനായിട്ട് സഹായിക്കുന്നു. അതുവഴി പ്രൊഡക്ടിവിറ്റി കൂടുന്നു, കൺഫ്യൂഷൻ കുറയ്ക്കുന്നു, എഫിഷ്യൻസി കൂട്ടുന്നു. ഒരു ഓർഗനൈസേഷൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് മാനേജ്മെന്റ് അത്യാവശ്യമാണ്. അടുത്ത ടോപ്പിക്ക് മാനേജ്മെന്റ് ലെവലാണ്. ഒരു ഓർഗനൈസേഷനിൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാ ആളുകൾക്കും ഒരുപോലെയല്ല. പലതരത്തിൽ പ്രവർത്തിക്കുന്ന മാനേജേഴ്സ് ഉണ്ട്. സോ അവർക്ക് ഒരു വ്യക്തമായിട്ടുള്ള റോൾസും ഡ്യൂട്ടീസും ഉണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് മാനേജ്മെന്റ് ജനറലി 3 തട്ടുകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ, ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, MD, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതെല്ലാം ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് പോളിസീസ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് ഓവറോൾ കൺട്രോൾ.
ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ആണ് പോളിസി മേക്കിംഗ്. ഓർഗനൈസേഷന്റെ ദീർഘകാല ഗോൾസും പോളിസീസും നിശ്ചയിക്കുന്നു. സ്ട്രാറ്റജി പ്ലാനിങ്, ഫ്യൂച്ചറിലേക്ക് ഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കും പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഓവറോൾ കൺട്രോൾ, ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അക്കൗണ്ടബിൾ ആക്കുന്നു. എക്സ്റ്റേണൽ വേൾഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഗവൺമെന്റ്, പബ്ലിക്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നിവരോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഇതിനൊരു എക്സാമ്പിൾ ആണ്, സിഇഒ ഒരു കമ്പനി മറ്റൊരു രാജ്യത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്ന് തീരുമാനിച്ചാൽ ആ ഓർഗനൈസേഷന്റെ ഡയറക്ഷൻ തന്നെ മാറും. അടുത്ത നമ്മൾ നോക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ലൈക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജർ, HR മാനേജർ എന്നിങ്ങനെ ബ്രാഞ്ച് മാനേജർ, റീജിയണൽ മാനേജർ, ഇതെല്ലാം മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ വരുന്നതാണ്. ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ആണ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെന്റിംഗ് പ്ലാൻ സെറ്റ് ബൈ ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവൈസിങ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്നത് ഇംപ്ലിമെന്റിംഗ്, ടോപ്പ് ലെവലിൽ നിന്നുള്ള പ്ലാൻസും പോളിസീസും പാലിച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുക. ഓരോ ഡിവിഷനിലും അല്ലെങ്കിൽ ഡെയിലി ഓപ്പറേഷൻ സ്മൂത്ത് ആക്കാനായിട്ട് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിനെ ഗൈഡ് ചെയ്യുന്നു. ലോവർ ലെവലിലും ടോപ്പ് ലെവലിനും ഇടയിൽ ലിങ്ക് പോലെ ആക്ട് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റ്സ്, ഷെഡ്യൂൾസ്, ടാർജറ്റ്സ്, റിപ്പോർട്ട്സ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അടുത്തത് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആണ്. സൂപ്പർവൈസേഴ്സ്, ടീം ലീഡേഴ്സ്, ഫോർമാൻ, ഷിഫ്റ്റ് ഇൻചാർജ് ഇവരെല്ലാം ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആണ്. റെസ്പോൺസിബിൾ ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻ, ഡയറക്റ്റ് ഇന്ററാക്ഷൻ വിത്ത് വർക്കേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. ഡയറക്റ്റ് സൂപ്പർവിഷൻ എങ്ങനെയാണ്? വർക്കേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് നേരിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. പ്രൊഡക്റ്റ് ടാർജറ്റ്, പഞ്ച്വാലിറ്റി, ക്വാളിറ്റി ഇതെല്ലാം എൻഷുർ ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആണ്. വർക്കേഴ്സിന്റെ ഇടയിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രോബ്ലംസ് ആൻഡ് പ്രോഗ്രസ് മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ലോവർ ലെവൽ മാനേജേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോ സിംപ്ലി ടോപ്പ് ലെവൽ മാനേജേഴ്സ് വിഷൻ നൽകുന്നു, മിഡിൽ ലെവൽ മാനേജേഴ്സ് അതിനെ ആക്ഷൻ പ്ലാൻ ആക്കുന്നു, ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് അതിനെ പ്രാക്ടിക്കലി റിയാലിറ്റി ആക്കുന്നു. സോ ഒരു ഓർഗനൈസേഷന്റെ സക്സസ് എന്നത് എല്ലാ ലെവലിലും എഫിഷ്യന്റ് ആൻഡ് കോർഡിനേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു ഓർഗനൈസേഷന്റെ സക്സസ് ഉണ്ടാവുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റിന്റെ നേച്ചർ ആണ്. മാനേജ്മെന്റിന് തികച്ചും വ്യക്തമായിട്ടുള്ളതോ നിർവചിക്കാൻ സാധിക്കുന്നതോ ആയിട്ടുള്ള ഒരു സ്വഭാവമില്ല. അതിന്റെ പ്രവർത്തനം സയന്റിഫിക് പ്രിൻസിപ്പിൾ, പേഴ്സണൽ സ്കിൽസ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്നിവയുടെ ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് ബോത്ത് എ സയൻസ്, ആൻ ആർട്ട് ആൻഡ് എമർജിങ് ആസ് എ പ്രൊഫഷൻ. As a science, management has systematic body of knowledge, involves principle based on observations and experimentation, but it is inexact due to human variability. സയൻസ് എന്നത് നമുക്കറിയാം ഓർഗനൈസ്ഡ് നോളജ് ആണ്. സോ ഓർഗനൈസ്ഡ് നോളജ് സിസ്റ്റം അതുപോലെ തന്നെയാണ് മാനേജ്മെന്റും ഒരു ഓർഗനൈസ്ഡ് നോളജ് സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ കൺസെപ്റ്റ്, മോഡൽസ്, തിയറീസ് എന്നിവയെല്ലാം മാനേജ്മെന്റിലുണ്ട്. ഫയോൾസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, മാസ്ലോ തിയറി ഓഫ് മോട്ടിവേഷൻ, ട്രൈലർ സയന്റിഫിക് മാനേജ്മെന്റ് തിയറി എന്നിവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. മാനേജ്മെന്റിൽ പല പ്രിൻസിപ്പിൾസും ലോങ് ടേം ഒബ്സർവേഷനെയും എക്സ്പെരിമെന്റേഷനെയും ട്രയൽ ആൻഡ് എറർ വഴിയും രൂപപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഡിവിഷൻ ഓഫ് വർക്ക് ഇൻക്രീസസ് എഫിഷ്യൻലി എന്നത് റെപ്പറ്റേറ്റീവ് എക്സ്പെരിമെന്റിൽ നിന്ന് വന്നതാണ്. ഇൻഎക്സാക്ട് സയൻസ്, ഫിസിക്സും കെമിസ്ട്രിയും പോലെ തന്നെ എക്സാക്ട് റിസൾട്ട് മാനേജ്മെന്റിൽ കിട്ടൂല. കാരണം ഹ്യൂമൻ ബിഹേവിയർ അൺപ്രഡിക്റ്റബിൾ ആണ്. ഓരോ ഓർഗനൈസേഷനിൽ ഓരോ കോണ്ടെക്സിലും ഓരോ തിയറി വ്യത്യസ്തമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എന്നത് ഒരു സോഷ്യൽ സയൻസ് ഓർ ഇൻഎക്സാക്ട് സയൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആസ് ആൻ ആർട്ട്, it involves application of personal skills, creativity and judgment. It requires patience, experience and insight.
ആപ്ലിക്കേഷൻ ഓഫ് പേഴ്സണൽ സ്കിൽസ് നമുക്കറിയാം. എ ഗുഡ് മാനേജർ നോസ് ഹൗ ടു ഹാൻഡിൽ പീപ്പിൾ, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, ഹൗ ടു മേക്ക് ഡിസിഷൻസ്. സോ ഇതെല്ലാം ടാലൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് ഓൾസോ ആൻ ആർട്ട് ഓഫ് എക്സിക്യൂഷൻ. ഓരോ മാനേജറിനും ഓരോ കോണ്ടെക്സിലും ഓരോ രീതിയിൽ പെർഫോം ചെയ്യേണ്ടി വരുന്നു. അവരുടെ പെർഫോമൻസ്, എക്സ്പീരിയൻസ്, ക്രിയേറ്റിവിറ്റി, ജഡ്ജ്മെന്റ് വഴി ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ഓരോ സ്കിൽഡ് മാനേജേഴ്സും ഒരു പുസ്തകത്തിൽ പഠിപ്പിക്കാത്ത ബോൾഡ് സ്റ്റെപ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ട്? എന്തുപയോഗിച്ച്? ഗട്ട് ഫീലിംഗ്, ഇൻട്രിൻസിക്, ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ഓരോ മാനേജേഴ്സും ഓരോ ബോൾഡ് സ്റ്റെപ്സുകൾ എടുക്കുന്നു. സോ മാനേജർ എന്നത് സ്കിൽസ് ആൻഡ് ക്രിയേറ്റിവിറ്റി, എംപതി, ജഡ്ജ്മെന്റ്, ഇൻറ്റ്യൂഷൻ എന്നിവയെല്ലാം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. സോ ഇത് പേഴ്സണൽ എഫേർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് എന്നത് ഒരു ആർട്ടാണ്. ആസ് എ പ്രൊഫഷൻ, management is becoming professionalized with the formal education, specialized training, and ethical standards. But it lacks full regulation or licensing like MBBS or law. ഇന്ന് MP അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്, എക്സിക്യൂട്ടീവ് ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇതെല്ലാം സിസ്റ്റമാറ്റിക് ട്രെയിനിങ് നൽകുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് IIM, ഹാർവാർഡ്, XLRI തുടങ്ങിയവ പ്രൊഫഷണൽ മാനേജേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. പ്രൊഫഷനിൽ ഒരു ഡെഫിനിറ്റ് ബോഡി ഓഫ് നോളജ് വേണം. മാനേജ്മെന്റിൽ തന്നെ ഫിനാൻസ്, HR, ഓപ്പറേഷൻ, മാർക്കറ്റിംഗ് തുടങ്ങിയ ഫീൽഡ് ഉണ്ട്. സോ എല്ലാത്തിലേക്കും ട്രെയിൻഡ് ലേണിംഗ് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രൊഫഷണൽ മാനേജറിന് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ട്രാൻസ്പെറൻസി, എംപ്ലോയർ വെൽഫെയർ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതെല്ലാം ഇതിനുദാഹരണമാണ്. ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ ആണ് നോ ലീഗൽ റിക്വയർമെന്റ്, നോ സിംഗിൾ റെഗുലേറ്റിംഗ് ബോഡി. ഡോക്ടർ ആവണമെങ്കിൽ MBBS വേണം. അഡ്വക്കേറ്റ് ആവണമെങ്കിൽ LLB ആൻഡ് ബാർ കൗൺസിലിംഗ് ലൈസൻസ് വേണം. എന്നാൽ ഒരു മാനേജർ ആവാനായിട്ട് കമ്പൽസറി ലൈസൻസ് ഓർ സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ഇല്ല. ICAI, MCA പോലുള്ള പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡീസ് മാനേജ്മെന്റിൽ ഇല്ല. സോ ഇത് പ്രൊഫഷണൽ ഇൻഡിവിജ്വൽ ഫേംസിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. മാനേജ്മെന്റിൽ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, നോളജ് ഉണ്ട്. പക്ഷേ ഫുൾ ലീഗൽ റെക്കഗ്നൈസേഷൻ ഓർ റെഗുലേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മാനേജ്മെന്റ് ഈസ് ആൻ എമേർജിംഗ് പ്രൊഫഷൻ. അടുത്തത് നമ്മൾ നോക്കുന്നത് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് മാനേജ്മെന്റ് തോട്ടാണ്. മാനേജ്മെന്റിന്റെ തോട്ടിനും തിയറീസിനും ഇവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള തിങ്കേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചസ് ഉപയോഗിച്ച് മാനേജേഴ്സിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. സോ ഈ ഒരു കാലഘട്ടത്തെ 4 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കാലഘട്ടം എന്ന് പറയുന്നത് പ്രീ സയന്റിഫിക് എറ, ഏർലി പ്രാക്ടീസ് ബിഫോർ 1880s ആൻഡ് ബേസ്ഡ് ഓൺ ഇൻറ്റ്യൂഷൻ, റൂൾ ഓഫ് തമ്പ്. സോ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്നത് മാനേജ്മെന്റ് ബേസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റ്യൂഷൻ, കോമൺ സെൻസ്, റൂൾ ഓഫ് തമ്പ് എന്നീ മെത്തേഡ്സ് എല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ്. ഫോർമൽ ഓർ സയന്റിഫിക് തിയറി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രൊഡക്ടിവിറ്റി കുറവായിരുന്നു, എഫിഷ്യൻസി കുറവായിരുന്നു. ലേബർ വെൽഫെയറിലും പ്രൊഡക്ഷൻ മെത്തേഡിലും സയന്റിഫിക് ആയിട്ടുള്ള അറ്റൻഷൻ കുറവായിരുന്നു. ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂഷൻ ബൈ റോബർട്ട് ഓൺ, ചാൾസ് ബാബേജ് emphasized efficiency and welfare. റോബർട്ട് ഓൺ 1771 to 1858 ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. സോ അദ്ദേഹം വെൽഫെയർ ഓഫ് വർക്കേഴ്സ് എന്നത് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തു. ചാൾസ് ബാബേജ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ, അദ്ദേഹം മാനേജ്മെന്റിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തിയാണ്. കോസ്റ്റ് അനാലിസിസ്, ഡിവിഷൻ ഓഫ് ലേബർ, സയന്റിഫിക് വർക്ക് മെഷർമെന്റ്, ഇതെല്ലാം അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. സയന്റിഫിക് മെത്തേഡ്സ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നെന്ന് അദ്ദേഹം വാദിച്ചു. അടുത്ത തിയറി ക്ലാസിക്കൽ തിയറിയാണ്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം പ്രൊഡക്ടിവിറ്റി, സ്പെസിഫിക്കേഷൻ, ഡിസിപ്ലിൻ എന്നീ ആശയങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത് ക്ലാസിക്കൽ തിയറിയുടെ കാലത്താണ്. മാനേജ്മെന്റിന്റെ സ്ട്രക്ചറും പ്രോസസ്സും ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാനും ഈ ഒരു ടൈമിൽ ശ്രമിച്ചു. അതിൽ പ്രധാനപ്പെട്ടതാണ് FW ടൈലർ ആൻഡ് ഹെൻറി ഫയോൾ. സയന്റിഫിക് മാനേജ്മെന്റ്, FW ടൈലർ. He emphasized time studies, standardization and efficiency.
വർക്ക് പ്രോസസ്സിൻ്റെ മെത്തഡോളജിക്കലും അനലിറ്റിക്കൽ സ്റ്റഡി ഓഫ് വർക്ക്സും അദ്ദേഹം എംഫസൈസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ തിയറീസ് വർക്ക്സിൻ്റെ എഫിഷ്യൻസിക്കായിട്ട് ഓരോ ടാസ്കും എത്ര സമയം എടുക്കുന്നു എന്ന് സയൻറ്റിഫിക്കലി മെഷർ ചെയ്യുന്നു. അദ്ദേഹം വർക്ക്സിൽ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവന്നു. ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, പ്രൊസീജിയേഴ്സ് എല്ലാം യൂണിഫോം ആക്കി. സയൻറ്റിഫിക് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സും വർക്കേഴ്സിന് ട്രെയിനിങ്ങും അദ്ദേഹം നിർദ്ദേശിച്ചു. ഡിഫറൻഷ്യൽ പ്രൈസ് ആൻഡ് റേറ്റ് സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. സോ മോർ ഔട്ട്പുട്ടിന് മോർ വേജസ് കൊടുക്കുന്നു എന്നൊരു സിസ്റ്റം അദ്ദേഹം കൊണ്ടുവന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് തിയറി, ഹെൻറി ഫയോൾ. It proposed 14 principles of management and identified functions: planning, organization, commanding, coordination and controlling. ഹെൻറി ഫയോളാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നൊരു സിസ്റ്റം കൊണ്ടുവന്നത്. മാനേജ്മെൻറ്റ് എന്നത് ഒരു യൂണിവേഴ്സൽ സെറ്റ് ഓഫ് ഫങ്ഷൻ ആണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 14 പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ 5 പ്രൈമറി ഫങ്ഷൻസും ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസേഷൻ, കമാൻഡിങ്, കോഡിംഗ്, കൺട്രോളിംഗ് എന്നിവയെല്ലാം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അടുത്തത് നിയോ ക്ലാസിക്കൽ തിയറിയാണ്. മെക്കാനിക്കൽ ആൻഡ് ഇംപേഴ്സണൽ വ്യൂസ് ആയിട്ടുള്ള ക്ലാസിക്കൽ തിയറീസിനെതിരെ എമേർജ് ആയിട്ട് വന്ന തിയറിയാണ് നിയോ ക്ലാസിക്കൽ തിയറി. സോ ഇവർ ഹ്യൂമൻ ബീയിങ് എന്നത് സോഷ്യലും ഇമോഷണൽ ഉള്ളവരാണെന്നും അല്ലാതെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് മാത്രമല്ല എന്നും നിയോ ക്ലാസിക്കൽ തിയറി പറയുന്നു. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമൻ റിലേഷൻ. എൽത്തൺ മയോയുടെ ഹാത്തോൺ എക്സ്പെരിമെൻ്റ് ആണ് ഈ ആശയങ്ങളെല്ലാം മുന്നോട്ട് വെച്ചത്. റെക്കഗ്നൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. സോഷ്യലും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും എംപ്ലോയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും പ്രൊഡക്ടിവിറ്റി കൂട്ടണമെങ്കിൽ ബെറ്റർ ലൈറ്റ്സും റെസ്റ്റ് ബ്രേക്കും മാത്രം പോരാ, മറിച്ച് അവരോട് ഇടപെടുമ്പോഴും അവരെ ഒബ്സർവ് ചെയ്യുമ്പോഴുമാണ് അവർ വിലമതിക്കുന്നു എന്ന ഒരു തോട്ട് ഉണ്ടാകുമ്പോൾ അവർ മോർ പ്രൊഡക്റ്റീവ് ആകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻഫോർമൽ ഗ്രൂപ്പ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, വർക്ക് പ്ലേസിലെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇതെല്ലാം അദ്ദേഹം അവതരിപ്പിച്ചു. ഹ്യൂമൻ റിലേഷൻസ് വർദ്ധിപ്പിക്കുക, അതോറിറ്റീസിനെ മാത്രമല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ട്രസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് അംഗീകാരവും ബഹുമാനവും ബിലോങ്ങിങ്സും തുടങ്ങിയവയെല്ലാം മോട്ടിവേറ്റ് ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ നിയോ ക്ലാസിക്കൽ തിങ്കേഴ്സ് വർക്കേഴ്സിൻ്റെ ഇമോഷൻസും മെൻ്റൽ ഹെൽത്തും ബിഹേവിയറും എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നു. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ മെഷീൻസിനോടൊപ്പം പീപ്പിൾസിൻ്റെ ഫീലിങ്സ് കൂടെ ആഡ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്തത് 1960s ശേഷം എമേർജ് ചെയ്തു വന്ന മോഡേൺ തിയറിയാണ്. കണ്ടംപററി വേൾഡിൽ ഓർഗനൈസേഷൻ മോർ ഡൈനാമിക്കും ഓപ്പണും ഹൈലി ഇൻഡിപെൻഡൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ തിയറീസ് അല്ലെങ്കിൽ മോർ ഫ്ലെക്സിബിളും ഇൻ്റഗ്രലും അഡാപ്റ്റീവുമാണ്. സോ മോഡേൺ തിയറിയിൽ 2 തരത്തിലുള്ള അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് സിസ്റ്റം അപ്രോച്ചും മറ്റേത് കണ്ടിൻജൻസി തിയറിയും. ഇൻ സിസ്റ്റം അപ്രോച്ച്, ഓർഗനൈസേഷൻ ആസ് ആൻ ഓപ്പൺ സിസ്റ്റം ഇൻ്ററാക്ടിങ് വിത്ത് എൻവയോൺമെൻറ്റ്. ഓർഗനൈസേഷൻ എപ്പോഴും ഒരു ഓപ്പൺ സിസ്റ്റമായിട്ട് കണക്കാക്കുന്നു. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് അത് നിരന്തരം ഇൻ്ററാക്ട് ചെയ്യുന്നു. സോ ഓരോ പാർട്ടും ഏതൊക്കെയാണ്? HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടിലെയും മാറ്റങ്ങൾ മുഴുവൻ സിസ്റ്റത്തെ ബാധിക്കുന്നു. സിസ്റ്റം അപ്രോച്ച് ഇൻപുട്ട് ടേൺസ് ടു പ്രോസസ് ആൻഡ് ടേൺസ് ടു ഔട്ട്പുട്ട് ആൻഡ് ദെൻ ടേൺസ് ടു ഫീഡ്ബാക്ക് എന്ന ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്രോസ് ഫങ്ഷണൽ കോർഡിനേഷൻ എൻകറേജ് ചെയ്തു. കണ്ടിൻജൻസി തിയറി, നോ വൺ ബെസ്റ്റ് വേ, മാനേജ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോണ്ടെക്സ്റ്റ്. ദെയർ ഈസ് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഇൻ മാനേജ്മെൻറ്റ് എന്ന് അദ്ദേഹം വാദിച്ചു. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ സാഹചര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നും സക്സസ് എക്സ്റ്റേണൽ വേരിയബിൾസ് ലൈക്ക് മാർക്കറ്റ് കണ്ടീഷൻ, കോമ്പറ്റീഷൻ, ടെക്നോളജി എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഈ ഒരു കണ്ടിൻജൻസി തിയറിയിൽ പറയുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ മോഡേൺ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് രൂപപ്പെടുത്താനായിട്ട് സഹായിച്ച പ്രധാന തിങ്കേഴ്സാണ് FW ടൈലർ, ഹെൻറി ഫയോൾ, എൽതൺ മയോ, മാക്സ് വെബർ, പീറ്റർ F. ട്രക്കർ ആൻഡ് മിൻസ്ബർഗ് തുടങ്ങിയവർ. ഫസ്റ്റ് FM ടൈലറാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നറിയപ്പെട്ടത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ
work should be studied and organized scientifically rather than by institution. വർക്ക് പ്രോസസ്സുകൾ സയൻറ്റിഫിക്കലി പഠിക്കണം, കാഷ്വലായി ഹാൻഡിൽ ചെയ്യരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ടൈം മോഷൻ സ്റ്റഡീസ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് ടാസ്ക്, സയൻറ്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്, ഡിഫറൻഷ്യൽ പ്രൈസ് റേറ്റ് സിസ്റ്റം എന്നിവയെല്ലാം അദ്ദേഹം എംഫസൈസ് ചെയ്തു. ടൈലർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് വിശ്വസിച്ചു. സോ റൈറ്റ് മെത്തേഡ് പ്ലസ് റൈറ്റ് പേഴ്സൺ ഗീവ്സ് മാക്സിമം എഫിഷ്യൻസി എന്ന് അദ്ദേഹം പറയുന്നു. സോ സെക്കൻഡ് നമ്മൾ നോക്കുന്നത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി ഫയോളാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ചെയ്തത് ഫയോളാണ്. അദ്ദേഹത്തിൻ്റെ മേജർ വർക്കാണ് ജനറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. He emphasized that management is a universal function applicable across all industries, and he proposed 5 core functions of management: planning, organizing, commanding, coordination, and controlling. And he formulated 14 principles of management. ഫയോള് മാനേജ്മെൻറ്റിനെ ടോപ്പ് ലെവൽ ഫങ്ഷൻസ് ആയി കണ്ടു. ദാറ്റ് ഈസ് ഹി ഫോക്കസ്ഡ് ഓൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്സിക്യൂഷൻ കൺട്രോൾ. കൂടാതെ അദ്ദേഹം 5 കീ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, കമാൻഡിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ 5 കീ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, യൂട്ടിലിറ്റി ഓഫ് കമാൻഡ്, സ്കേലാർ ചെയിൻ തുടങ്ങിയ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്ത നമ്മൾ നോക്കുന്നത് എൽദൻ മയോ ആണ്. ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച് മാനേജ്മെൻറ്റിൽ മുന്നോട്ട് വെച്ചത് എൽദൻ മയോ ആണ്. അദ്ദേഹത്തിൻ്റെ ഹാവ്തോൺ എക്സ്പെരിമെൻ്റ് എന്നൊരു ഫേമസ് വർക്കിലൂടെയാണ് ഈ ഒരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. He discovered that social and psychological factors significantly influenced worker performance and found that employees felt more productive when they were noticed, appreciated and treated humanly. തൊഴിലാളികൾ വെറും യന്ത്രങ്ങളല്ല, വൈകാരികമായിട്ടുള്ള ജീവികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ ഇൻട്രാക്ഷനെയും അംഗീകാരവും ശ്രദ്ധയും ഗ്രൂപ്പ് ബിലോങ്ങിങ്സും മോട്ടിവേഷൻസും എല്ലാം കൂടെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ പണത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആളുകളുടെ മനോഭാവവും റിലേഷൻസും. സോ മാനേജ്മെൻറ്റിൽ ഒരു ഹ്യൂമൻ ടച്ച് കൊണ്ടുവന്നത് മയോ ആണ്. അടുത്തത് മാക്സ് വെബറാണ്. ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്നൊരു അപ്രോച്ച് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. തിയറി ഓഫ് ബ്യൂറോക്രസി എന്ന അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. He described an ideal type of organization, that is bureaucracy, based on formal rules and regulation, a defined hierarchy, division of labor, impersonality in decision making, merit-based recruitment and promotion. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിൽ ഐഡിയൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ബേസ് ചെയ്തിരിക്കുന്നത് ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഡിഫൈൻഡ് ഹയറാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, ഡിസിഷൻ മേക്കിങ്ങിലെ ഇംപേഴ്സണാലിറ്റി, മെറിറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പ്രൊമോഷനിലാണ്. സോ വെബർ പറയുന്നത് ഓർഗനൈസേഷൻ ക്ലിയർ റൂൾസ്, റെക്കോർഡ്സ് ആൻഡ് ഒഫീഷ്യൽ അതോറിറ്റി അടിസ്ഥാനമാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഫെയർ ആൻഡ് സ്റ്റേബിൾ ആവും എന്നാണ് മാക്സ് വെബർ പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് പീറ്റർ എഫ് ഡ്രക്കർ ആണ്. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻ്റ് ആയിട്ടുള്ള ആസ്ട്രേലിയൻ അമേരിക്കൻ സയൻറ്റിഫിക് ആണ് പീറ്റർ എഫ് ഡ്രക്കർ. അദ്ദേഹമാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് എന്നൊരു മേജർ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. മാനേജേഴ്സും എംപ്ലോയീസും ജോയിൻ ചെയ്ത് മെഷറബിൾ ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുന്നു. ഈ ഗോൾസിനെ എയിം ചെയ്തിട്ടുള്ള പീരിയോഡിക് പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്നു. സോ ഡ്രക്കറിൻ്റെ MBO സിസ്റ്റം പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും എംപ്ലോയർ അക്കൗണ്ടബിലിറ്റി ഉറപ്പാക്കാനും സഹായിച്ചു. സോ മാനേജറിൻ്റെ ജോബ് സിംപ്ലി മാനേജ് ചെയ്യുകയല്ല, മറിച്ച് റിസൾട്ട് ഡെലിവറി ചെയ്യുക എന്നാണ് ഡ്രക്കർ പറയുന്നത്. അടുത്തത് കനേഡിയൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി മിൻസ്ബർഗ് ആണ്. മാനേജറിയൽ റോൾസ് ആണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 10 റോൾസ് 3 കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം ഗ്രൂപ്പ് ചെയ്തത്. ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻട്രാ പേഴ്സണൽ റോൾസ്. അതിൽ വരുന്ന റോൾസ് ആണ് ഫിഗർ ഹെഡ്, സിംബോളിക് ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ, ലീഡർ, മോട്ടിവേറ്റ്സ് ആൻഡ് ഗൈഡ് എംപ്ലോയീസ്, ലൈസൺ, മെയിൻറ്റെയിൻ നെറ്റ്വർക്ക്സ് ആൻഡ് റിലേഷൻഷിപ്സ്. അടുത്ത ഗ്രൂപ്പാണ് ഇൻഫർമേഷണൽ റോൾസ്.
monitor, collect information, disseminate, share relevant into internally. Spokesperson represents organization externally. അടുത്തത് വരുന്നത് ഡിസിഷണൽ റോൾസ് ആണ്. ചേഞ്ചസ് ആൻഡ് ഇന്നോവേഷൻ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, സോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് ക്രൈസിസ്, റിസോഴ്സ് അലോക്കേറ്റഡ്, ഡിസ്ട്രിബ്യൂട്ട് റിസോഴ്സ് സ്ട്രാറ്റജിക്കലി ആൻഡ് നെഗോഷിയേറ്റർ, എൻഗേജസ് ഇൻ ബാർഗെയിനിങ് ആൻഡ് ഡിസ്കഷൻസ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റ് പ്രോസസ് ആണ്. മാനേജ്മെന്റ് പ്രോസസ് എന്നത് ഒരു സൈക്ലിക് രീതിയിലുള്ള സിസ്റ്റമാറ്റിക് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എത്തിച്ചേരാനായിട്ട് മാനേജേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണിത്. സോ ഈ ഒരു പ്രോസസ്സിൽ ഓരോന്നും ഇന്റർ കണക്റ്റഡ് ആണ്. നമുക്ക് എന്താണ് ഈ ഒരു പ്രോസസ്സിന്റെ സ്റ്റെപ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ്, ഡിസൈഡിങ് വാട്ട് ടു ഡു ആൻഡ് ഹൗ. പ്ലാനിങ് എന്നത് എന്ത്, ആര്, എപ്പോൾ, എവിടെ, എങ്ങനെ ചെയ്യും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന പ്രോസസ്സാണ്. സോ പ്ലാനിങ് ആണ് മാനേജ്മെന്റിന്റെ ഫൗണ്ടേഷൻ. ഗോൾ സെറ്റിംഗ്, ചൂസിങ് സ്ട്രാറ്റജീസ്, ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻ, ഇതെല്ലാം ഇതിൽ പെടുന്നു. പ്ലാൻഡ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു ഡയറക്ഷൻ ഇല്ലാതെ മൂവ് ചെയ്യുന്നു. അടുത്തത് ഓർഗനൈസിംഗ് ആണ്. സ്ട്രക്ചറിങ് റിസോഴ്സസ് ആൻഡ് റോൾസ്. റിസോഴ്സ് അറേഞ്ച് ചെയ്യുന്നതും പ്ലാൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് ടാസ്ക് അസൈൻ ചെയ്യുന്നതുമാണ് ഓർഗനൈസേഷൻ. മാനേജേഴ്സ് ടീംസിനെ രൂപപ്പെടുത്തുന്നു. ആര് ഏതൊക്കെ ജോലികൾ ചെയ്യണമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് വർക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, റിസോഴ്സ് അലോക്കേഷൻ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അടുത്തത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്നത് കറക്റ്റ് പേഴ്സണെ തക്കതായിട്ടുള്ള സമയത്ത് നിയമിച്ച് അവരെ ട്രെയിൻ ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുക എന്നതാണ് മാൻ പവർ പ്ലാനിങ്. സെലക്ഷൻ, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ, പ്രൊമോഷൻ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സോ ശരിയായിട്ടുള്ള സ്റ്റാഫിങ് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നു. അടുത്ത പോയിന്റ് ഡയറക്റ്റിംഗ് ഓർ ലീഡിങ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ലീഡിങ് ദ ടീം. ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ലീഡിംഗ് എന്നത് ഓർഗനൈസേഷനിലെ ഓരോ ജീവനക്കാരനെയും ഇൻസ്പയർ ചെയ്ത് അവരുടെ പെർഫോമൻസ് മാക്സിമം എൻഹാൻസ് ചെയ്യുക എന്നതാണ്. സോ ഒരു മാനേജർ ലീഡറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ആളുകൾ എന്തൂസിയാസ്റ്റിക്കും എഫിഷ്യൻറ്റുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. കൂടാതെ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, ഇൻസ്പിരേഷൻ, ലീഡർഷിപ്പ് എന്നിവയെല്ലാം ഒരു മാനേജർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഡയറക്ഷനിൽ വരുന്നതാണ്. അടുത്തത് കോർഡിനേഷൻ ആണ്. ഇൻ്റഗ്രേറ്റിംഗ് എഫേർട്സ് അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. കോർഡിനേഷൻ എന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവരുടെ ഷെയർ ചെയ്ത ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടീം വർക്കിൽ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നതാണ്. മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, HR, ഫിനാൻസ്, ഈ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഡ്യൂപ്ലിക്കേഷൻ, ഡിലേ, കോൺഫ്ലിക്റ്റ് എന്നിവയെല്ലാം ഒഴിവാക്കുക. അടുത്ത പോയിന്റ് കൺട്രോളിംഗ് ആണ്. മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് പ്രോസസ്. കൺട്രോളിംഗ് എന്നത് പെർഫോമൻസ് ട്രാക്ക് ചെയ്തും പ്ലാൻഡ് ഗോൾസിലേക്ക് ഡീവിയേഷൻ എവിടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ആക്ച്വൽ ഔട്ട്പുട്ട് മേക്ക് ഷുവർ ചെയ്യുക, ഡീവിയേഷൻസ് കറക്റ്റ് ചെയ്യുക എന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സോ എല്ലാം പ്ലാൻസ് അനുസരിച്ച് നീങ്ങുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അടുത്തത് നമ്മൾ നോക്കുന്നത് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അദ്ദേഹം 14 പ്രിൻസിപ്പിൾസ് ആണ് പ്രപ്പോസ് ചെയ്തത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഒരു വലിയ ജോലിയെ ചെറിയ ഭാഗങ്ങളായിട്ട് വിവിധ ആളുകൾക്കായിട്ട് വിഭജിക്കുന്നു. ഇത് എക്സ്പെർട്ടൈസ്, എഫിഷ്യൻസി, സ്പീഡ് എന്നിവ വളർത്തുന്നു. അടുത്തത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അതോറിറ്റി എന്നത് പവർ ടു ഗീവ് ഓർഡേഴ്സ്, റെസ്പോൺസിബിലിറ്റി എന്നാൽ അക്കൗണ്ടബിലിറ്റി ഫോർ ഔട്ട്കംസ്. സോ ഒരു മാനേജർ കമാൻഡ് ചെയ്യാനുള്ള പവറും അതേസമയം അദ്ദേഹത്തിന് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന ആളോ ആയിരിക്കണം. അടുത്തത് ഡിസിപ്ലിൻ ആണ്. ജീവനക്കാരെ നിയമങ്ങൾ പാലിക്കുകയും നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം. ഡിസിപ്ലിൻ എന്നത് ഫങ്ഷൻ സ്മൂത്താക്കാനും അതോറിറ്റിയോടുള്ള റെസ്പെക്റ്റും ഉറപ്പാക്കുന്നു. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. ഒരു എംപ്ലോയർക്ക് ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് ലഭിക്കാനാവൂ. യൂണിറ്റി ഓഫ് കമാൻഡ് കൺഫ്യൂഷൻ, ഡ്യുവൽ കൺട്രോൾ, കോൺഫ്ലിക്റ്റ് എന്നിവ ഒഴിവാക്കുന്നു. അടുത്ത പോയിന്റ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ.
സോ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുമിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. സോ ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും ടീംസും ഒരേ പ്ലാനും ഒരേ ലീഡറും ഉണ്ടാവും. സോ ഇത് ഗോൾസ് അലൈൻമെന്റും റിസോഴ്സ് ഒപ്റ്റിമൈസേഷനും ഉറപ്പുവരുത്തുന്നു. അടുത്തത് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. പേഴ്സണൽ ഡിസയറിനേക്കാൾ ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിന് മുൻതൂക്കം കൊടുക്കണം. സ്വാർത്ഥത ഒരിക്കലും ഗ്രൂപ്പിന്റെ ലക്ഷ്യങ്ങളെ മറികടക്കാനായിട്ട് പാടില്ല. അടുത്തത് റെന്യൂമറേഷൻ ആണ്. ശമ്പളവും പ്രോത്സാഹനവും കൊടുക്കണം. എംപ്ലോയേഴ്സിന് അവരുടെ പരിശ്രമങ്ങൾക്ക് ന്യായമായിട്ടുള്ള വേതനവും പ്രോത്സാഹനവും നൽകണം. പ്രചോദനം, വിശ്വാസ്യത, ജോലി സംതൃപ്തി എന്നിവ ഉറപ്പാക്കണം. അടുത്ത പോയിന്റ് സെൻട്രലൈസേഷൻ ആണ്. ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ലോവർ ലെവലിലെയും ടോപ്പർ ലെവലിലെയും എംപ്ലോയേഴ്സിനെ ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്തണം. വളരെയധികം സെൻട്രലൈസ്ഡോ ഡീസെൻട്രലൈസ്ഡോ ആയിരിക്കരുത്. സോ ഇതെല്ലാം സ്ഥാപനത്തിന്റെ വലിപ്പവും സ്വഭാവവും സങ്കീർണതയും ഇവയെല്ലാം ആശ്രയിച്ചിരിക്കും. അടുത്തത് സ്കേലാർ ചെയിൻ ആണ്. ഹൈ ലെവലിൽ നിന്ന് ലോ ലെവലിലേക്ക് ക്ലിയർ ലൈൻ അതോറിറ്റി ഫോം ചെയ്തിരിക്കണം, ഒരു ഹൈറാർക്കിയെ പോലെ. സോ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു കമാൻഡ് ചെയിൻ അനുസരിച്ചിട്ടായിരിക്കണം. അടുത്ത പോയിന്റ് ഓർഡർ ആണ്. എല്ലാ ആളുകൾക്കും മെറ്റീരിയൽ റിസോഴ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ശരിയായ സ്ഥലത്ത് നിലനിർത്തണം. ഇത് എഫിഷ്യൻസി, സേഫ്റ്റി, ക്ലാരിറ്റി എന്നിവ പ്രൊമോട്ട് ചെയ്യുന്നു. അടുത്ത പോയിന്റ് ഇക്വിറ്റി ആണ്. മാനേജേഴ്സ് ജീവനക്കാരോട് നീതി, ദയ, ജസ്റ്റിസ് ഇതെല്ലാം കാണിക്കണം. ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഫേവറേറ്റിസം പാടില്ല. അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ടെൻഡർ ആണ്. ഫ്രീക്വന്റ് ടേൺ ഓവർ ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എംപ്ലോയേഴ്സ് മസ്റ്റ് ഫീൽ സെക്യൂർ ആൻഡ് സ്റ്റേബിൾ ഇൻ ദെയർ റോൾസ്. അടുത്ത പോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനും മുൻകൈ എടുക്കാനും ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കണം. ഇത് പങ്കാളിത്തം, ഇന്നൊവേഷൻ, സെൽഫ് കോൺഫിഡൻസ് എന്നിവ വർദ്ധിപ്പിക്കും. അടുത്ത പോയിന്റ് എസ്പിരിറ്റ് ടേക്ക് ഓപ്സ്. ടീമിൽ ഐക്യം വളർത്തിയെടുക്കണം. യൂണിറ്റി എന്നത് സ്ട്രെങ്ത് ആണ്. ഹെൻറി ഫയോൾ തൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ഓരോ ഓർഗനൈസേഷനിലും സിസ്റ്റമാറ്റിക് ഫങ്ഷനിങ്, എംപ്ലോയർ കോർപ്പറേഷൻ, ലീഡർഷിപ്പ് എഫിഷ്യൻസി എന്നിവ ഉറപ്പാക്കുന്നു. പ്രിൻസിപ്പൽ മാനേജേഴ്സിന് ഓർഗനൈസ് ചെയ്യാനും ലീഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും തികഞ്ഞ ഒരു ഫ്രെയിംവർക്ക് നൽകുന്നു. These principles offer a foundation for organizing and managing efficiently. സോ അടുത്ത നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ. സോ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്നത് ഓരോ ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ള ഗോൾസ് ഓറിയന്റഡ് ആക്ഷൻസ് ആണ്. ഫയോള് ആദ്യമായിട്ട് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. സാധാരണയായിട്ട് 5 കോർ ഫങ്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പോയിന്റ് പ്ലാനിങ് ആണ്. പ്ലാനിങ് ഈസ് ഡിഫൈനിങ് ഗോൾസ് ആൻഡ് ഡിസൈഡിങ് ഹൗ ടു അച്ചീവ് ദം. പ്ലാനിങ് എന്നത് ഒരു ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ ഡയറക്ഷൻ നിശ്ചയിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാൻ ഒരുക്കുകയും ചെയ്യുന്നതാണ്. അടുത്ത പോയിന്റ് ഓർഗനൈസിങ്, അറേഞ്ചിങ് റിസോഴ്സസ് ആൻഡ് ടാസ്ക്. ഓർഗനൈസിങ് എന്നത് സിസ്റ്റമാറ്റിക് കോർഡിനേഷൻ ഓഫ് വർക്കാണ്. മാൻ പവർ, മിഷനറി, മെത്തേഡ്സ്, മെറ്റീരിയൽസ് എല്ലാം പ്ലാൻഡ് സ്ട്രക്ചറിൽ കൊണ്ടുവരികയാണ് ഇതിൻ്റെ ലക്ഷ്യം. അടുത്ത പോയിന്റ് സ്റ്റാഫിംഗ് ആണ്. ഹയറിംഗ് ദ റൈറ്റ് പേഴ്സൺ. സ്റ്റാഫിംഗ് വഴി ക്വാളിഫൈഡ് അല്ലെങ്കിൽ സ്കിൽഡ് പേഴ്സൺസിനെ സെലക്ട് ചെയ്ത് പ്രൊഡക്ടിവിറ്റിയും മോറൽസും നിലനിർത്തുന്നു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ലീഡിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് ഗൈഡിംഗ് എംപ്ലോയീസ്. ലീഡിംഗ് ആൻഡ് ഡയറക്ഷൻ എന്നത് ടീമിനെ എംഫസൈസ് ചെയ്ത് ഗോൾസിലേക്കുള്ള മൂവ്മെന്റ് നയിക്കുക എന്നതാണ് ലീഡിംഗ് ആൻഡ് ഡയറക്ഷനിൽ വരുന്നത്. അടുത്ത പോയിന്റ് കൺട്രോളിംഗ് ആണ്. സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കറക്റ്റിംഗ് ഡീവിയേഷൻ. കൺട്രോളിംഗ് കൊണ്ട് ഓർഗനൈസേഷന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുന്നു, എറർ ഓർ ഡിലേസ് കറക്റ്റ് ചെയ്യുന്നു, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് തോട്ട് എന്നൊരു മൊഡ്യൂളാണ്. ഡിസ്കസ് ചെയ്ത ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.